ഹായ് മക്കളെ, SSLC മാത്തമാറ്റിക്സ് പരീക്ഷ റിവിഷന്റെ അവസാന ലാപ്പിലാണ് നാം ഇപ്പോൾ. SSLC പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാപ്റ്റർ വൈസ് റിവിഷന് ഇനി സമയമില്ല. അങ്ങനെ എല്ലാ കോൺസെപ്റ്റും ആവശ്യമുള്ളവർക്ക് നാം ഇത് എടുത്തു കഴിഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ SSLC പബ്ലിക് മോഡൽ എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ്. ഇന്ന് നാം SSLC 25 മോഡൽ, 24 and 23 പബ്ലിക് ആൻഡ് മോഡൽ എക്സാമുകളിൽ റിപ്പീറ്റഡായി ചോദിച്ച ബിലോ ആവറേജ് A+ മാത്തമാറ്റിക്സിന്റെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഒരു ചെറിയ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങാം. 25 മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണ് എങ്കിൽ ഒന്നാമത്തെയും നാലാമത്തെയും പദങ്ങൾ ടേംസ് കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ട് അടുത്തടുത്ത പദങ്ങൾ ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്, 10ഉം 16ഉം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എത്ര വീതം കൂടിയാണ് ഈ സമാന്തര ശ്രേണി പോകുന്നത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാം. അതായത് പൊതുവ്യത്യാസം D സമം കോമൺ ഡിഫറൻസ് D 16 മൈനസ് 10 ചെയ്യണം. ക്ലിയർ? ഒരു പദത്തിൽ നിന്ന് അതിന്റെ തൊട്ട് മുമ്പത്തെ പദം കുറച്ചാൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടും, 6 ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു 6 വീതം കൂടിയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി പോകുന്നത്. എങ്കിൽ നിങ്ങൾക്ക് 16 കഴിഞ്ഞാൽ അടുത്തത് കിട്ടുന്നതിന് നമ്മൾ ഈ 6 കൂട്ടേണ്ടി വരും. 16ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 22. തെറ്റാതെ കൂട്ടണം കേട്ടോ. ഇനി 10ന്റെ മുന്നേയുള്ള പദം കിട്ടുന്നതിന് നമ്മൾ 6 കുറയ്ക്കേണ്ടി വരും. 10ൽ നിന്ന് 6 കുറച്ച് നോക്കുക എങ്കിൽ 4. എങ്കിൽ നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഒന്നാം പദം 4, നാലാം പദം 22. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പദം ഏത് എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായി പൊതുവ്യത്യാസം കൂട്ടി മുമ്പത്തെ കഴിഞ്ഞുള്ള പദവും കുറച്ചാൽ അതിന് മുൻപുള്ള പദവും നമുക്ക് കിട്ടുന്നതാണ്. 25 മോഡലിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. 5, 8, 11 തുടങ്ങിയ സമാന്തര ശ്രേണിയിൽ 20ാം പദം എത്ര? 20th ടേം കാണുക. അതുപോലെ ശ്രേണിയുടെ ബീജഗണിത രൂപം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക. ഇത് രണ്ടും SSLC 25 ചോദിച്ചാണെങ്കിൽ പലപ്പോഴും പല ഇതിലും കൂടുതലായിട്ട് പദമാണോ എന്ന ചോദ്യം കൂടി ഉൾപ്പെടാറുണ്ട്. 25 ചോദിച്ചിട്ടില്ല, പക്ഷേ 24, 23 ചോദിച്ചതുകൊണ്ട് ഇതും കൂടി ഇതിനോടുകൂടി ഉൾപ്പെടുത്തുകയാണ്. 100 ഈ ശ്രേണിയിലെ പദമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇതിനെ ആൻസർ ചെയ്താൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ശ്രേണി എടുത്ത് എഴുതണം. 5, 8, 11 എക്സെട്ര. ക്ലിയർ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുവെക്കുക. പൊതുവ്യത്യാസം D സമം എങ്ങനെ കാണും? ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പുള്ള പദം കുറയ്ക്കുകയാണ്. 8 മൈനസ് 5 അല്ലെങ്കിൽ 11 മൈനസ് 8. നമുക്ക് മനസ്സിലായി 3 വീതം കൂടി പോകുന്ന ശ്രേണിയാണ് ഇത്. ക്ലിയർ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോവാണ്. 20ാം പദം എത്ര? 20ാം പദം കാണുന്നതിന് നമ്മുടെ കയ്യിലുള്ളത് ഒന്നാമതും രണ്ടാമതും മൂന്നാം പദവും ഉണ്ട്, തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തുടങ്ങാം. കൂടുതൽ പരിചയം ഒന്നാം പദം ആയതുകൊണ്ട് ഒന്നാം പദത്തിനോടുകൂടി ഒന്നാം പദം നമ്മൾ F എന്ന് എടുത്താൽ F എന്ന് എടുക്കണം എന്നില്ല, X1 ഒന്നാം പദം എന്ന് എഴുതിയേ ചെയ്യാം. ഒന്നാം പദത്തിനോടുകൂടി എത്ര പൊതുവ്യത്യാസം കൂടണം 20ാം പദത്തിലേക്ക് എത്താൻ? മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 20ൽ നിന്ന് ഇത് ഒന്നാം പദമാണ്. 20 മൈനസ് 1 പൊതുവ്യത്യാസം കൂട്ടണം. അത്രയും പൊതുവ്യത്യാസം കൂട്ടണം. ക്ലിയർ ആയില്ലേ? ഒന്നാം പദത്തിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് 1 കുറച്ചത്. രണ്ടാം പദത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ 2 കുറയ്ക്കണം. 5ാം പദത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 5ാം പദം പ്ലസ് എന്നാണ് എഴുതുന്നതെങ്കിൽ 20 മൈനസ് 5 അതിന്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, സ്ഥാന വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നാം പദം 5 ആണ്. 5 പ്ലസ് 19 ഇൻറ്റു 3. 5 പ്ലസ് 19 ഇൻറ്റു 3 ആണ്. പല കുട്ടികളും ഇങ്ങനെ എഴുതി ഐഡിയ ഇല്ലാതെയല്ല, പക്ഷെ ബേസിക് കുറയ്ക്കാത്തത് കൊണ്ട് തെറ്റുവരുത്താറുണ്ട്. പല കുട്ടികൾ 5ഉം 19 കൂടി കൂട്ടി 3 കൊണ്ട് കുടിക്കും. പലപ്പോഴും കാണാറുള്ളതാണ് ക്ലാസ്സിൽ. അപ്പൊ ഇത് ചെയ്യരുത്. നിങ്ങൾ ഈ ഗുണനത്തെ ബ്രാക്കറ്റിൽ വിടാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്കറിയാം 5നോട്
19 3 23 60 അതുകൊണ്ട് ഒരു 3 കുറവ് 57. ആൻസർ 62 എന്ന് കിട്ടും. എങ്കിൽ 20 പദം 62 എന്ന ഐഡിയയിലേക്ക് നമ്മൾ എത്തും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്നാണ്. ബി ക്വസ്റ്റ്യന് ശ്രേണിയുടെ ബീജഗണിത രൂപം. അപ്പൊ നിങ്ങൾ ഈ ആൻസർ വേണമെങ്കിൽ x20 സമം 62 എന്ന് എടുത്തെഴുതിക്കോളൂ. മനസ്സിലായില്ലേ? ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രൈക് എക്സ്പ്രഷൻ കാണണമെങ്കിൽ nth ടേം കാണണമെങ്കിൽ നമ്മൾ nth ടേം കാണാനുള്ള ഫോർമുല പഠിച്ചതാണ്. ആദ്യ പദത്തിൽ നിന്നും തുടങ്ങണമെന്നില്ല, എന്നാലും f+n-1 × d എന്നോ കണക്കിന് വിഷമമുള്ള കുട്ടികളാണെങ്കിൽ അതിനെ ബ്രാക്കറ്റ് നീക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് dn + f - d എന്നോ ഉപയോഗിക്കാം. dn + f - d. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ d എത്രയാണ്? d നമുക്കറിയാം 3 ആണെന്നോ. 3 ഡിയുടെ താഴെ 3 3n പ്ലസ് എഫിന്റെ താഴെ എന്താ എഴുതേണ്ടത്? എഫ് നമുക്കറിയാം, എഫ് ഫസ്റ്റ് അല്ലേ? 5 മൈനസ് ഡി എന്ന് പറയുന്നത് 3 ആണ്. 5 - 3 അതായത് 3n + 2. 3n + 2 എന്ന് എഴുതണം. ക്ലിയർ ആയില്ലേ? nth ടേം അതായത് ഓൾജിബ്രൈക് ഫോം, ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ബീജഗണിത രൂപം xn സമം nth ടേം സമം 3n + 2 എന്ന് എഴുതണം. നമ്മുടെ ഈ ശ്രേണിയിലാണ് 100 പദമാണോ എന്ന് എനിക്ക് അറിയില്ല അല്ലേ? നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് 100 അറിയില്ല, ഇത് പദമാണോ അറിയില്ല, സംശയമാണ്. ക്ലിയർ ആയില്ലേ? ഇതിങ്ങനെ കൂട്ടി എഴുതി നോക്കി നമ്മൾ 100 എത്തുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് എളുപ്പമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് 100 ഞാൻ എഴുതിയിട്ട് റൗണ്ട് ചെയ്തത് ഇതിലില്ല, നമുക്ക് അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന് പറയില്ല. അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതിന്റെ പൊതുവ്യത്യാസം 3 ആണ്. നമുക്ക് അറിയുന്നത് ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം തുല്യമായിരിക്കും. ഈ സീക്വൻസിലെ അരിതമെറ്റിക് സീക്വൻസിന്റെ ഏതൊരു ടേമിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സെയിം ആയിരിക്കും. എങ്കിൽ ഇതിനെ 100നെ നമുക്കൊന്ന് 100നെ അല്ല, നമുക്ക് ആദ്യം ഇതിൽ എത്ര കിട്ടണം? 5നെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പദത്തെ അല്ലെങ്കിൽ 2 പദത്തെ 5നെ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയാണ്? സിസ്റ്റം 5ൽ ഒരു 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ആണ് നിൽക്കുന്നത്. ക്ലിയർ? ഇതുപോലെ 8നെയും ഹരിച്ചാൽ സിസ്റ്റം 2 തന്നെയാണ്. അതായത് ഈ സമാന്തര ശ്രേണിയിലെ പദമാകണമെങ്കിൽ പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 2 കിട്ടണം. ഇനി 100 പദമാണോ എന്ന് പരിശോധിക്കുന്നതിന് 100നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. 100നെ 3 കൊണ്ട് ഹരിച്ചാൽ 100നെ വർക്കിംഗ് കോളത്തിൽ നിങ്ങൾ 100നെ 3 കൊണ്ട് ഹരിക്കുക. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. 99 33 തവണയാണെന്നൊക്കെ ഓർമ്മയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. കണക്കിന് വിഷമമുള്ള കുട്ടികൾ കണക്കിത് ചെയ്ത് നോക്കുക. 3 9 1 10 ബാക്കി എത്രയാണ്? 1 ആണ് സിസ്റ്റം വരുന്നത്, 2 അല്ല അല്ലേ? അതായത് 100നെ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 1 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം സിസ്റ്റം ഏതിന് തുല്യമല്ല? 100നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 2ന് തുല്യമല്ല, 2 അല്ല. അതുകൊണ്ട് 100 ഈ ശ്രേണിയിലെ പദമല്ല അല്ലേ? 100 is not a term of this sequence because when we divide 100 by the common difference 3, we will get the remainder 1 not equal to 2 എന്നാണ്. ഇത് ഈ 2ന് തുല്യമല്ലാത്തത് കൊണ്ട്, 2 കിട്ടുന്നില്ലാത്തത് കൊണ്ട് 100 പദമല്ല എന്ന് നമുക്ക് എഴുതേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നാം സെലക്ട് ചെയ്തിരിക്കുന്നത് 25 മോഡലിൽ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാമാന്തരികമാണ് എന്ന് തന്നിട്ടുണ്ട്. സിയുടെ സൂചക സംഖ്യ കോർഡിനേറ്റ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പല രീതിയിലും ചെയ്യാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായി എനിക്ക് തോന്നിയ ഒരു മാർഗമാണ് ഞാനിവിടെ പറയുന്നത്. നോക്കൂ, നമുക്ക് സാമാന്തരികത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ എതിർമൂലകളുടെ എക്സ് നിർദ്ദേശാങ്കങ്ങളുടെ തുക തുല്യമായിരിക്കും, വൈ നിർദ്ദേശാങ്കങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സുകൾ കൂട്ടിയാൽ, എക്സ് നിർദ്ദേശാങ്കം എന്ന് പറഞ്ഞത് ആദ്യത്തെയാണ് അല്ലേ? ഇവിടെ എക്സ് നിർദ്ദേശാങ്കങ്ങളുടെ തുക തുല്യമായിരിക്കും, വൈ നിർദ്ദേശാങ്കങ്ങളുടെ തുകയും തുല്യമായിരിക്കും. എക്സ് കോർഡിനേറ്റിന്റെ സം ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ളത്. അതുപോലെ വൈ കോർഡിനേറ്റ്സിന്റെയും സം ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 5ഉം 9ഉം കൂടി കൂട്ടിയത് എത്രയാണോ അത് തന്നെയാണ് 4ഉം ഇവിടെയുള്ള
സിയുടെ എക്സ് വൈ എന്നെടുത്താൽ, ഇത് എക്സ് വൈ എന്നെടുത്താൽ, അതായത് 4ഉം എക്സും തമ്മിൽ കൂട്ടിയത്. മനസ്സിലാവുണ്ടല്ലോ? അതായത് എതിർ ശീർഷങ്ങളുടെ നിർദ്ദേശാങ്കങ്ങളുടെ തുക തുല്യമായിരിക്കും. എക്സ് നിർദ്ദേശാങ്കങ്ങളുടെ തുകയാണ് ഇപ്പൊ എഴുതിയത്. 14 എന്ന് പറയുന്നത് 4ഉം എക്സും കൂടി കൂട്ടിയതാണ് എങ്കിൽ എക്സ് എത്രയാണ്? 10 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതുപോലെ വൈ നിർദ്ദേശാങ്കങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ഇവിടെ അറിയുന്ന വൈകള് 4ഉം 3ഉം ആണ്. 4 + 3 വൈ നിർദ്ദേശാങ്കം എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതിയത്, ഈ ബ്രാക്കറ്റിൽ ജോഡിയിൽ രണ്ടാമത് എഴുതിയതാണ് വൈ കോർഡിനേറ്റ്. അതായത് 4 + 3 = ഇവിടെ 1 + y എന്ന് വരും. 4 3 7 ആണ്. 1നോട് എത്ര കൂട്ടിയാലാണ് 7 കിട്ടുക? 6 ആണ് കൂട്ടേണ്ടത്. അതായത് y 6. അതുകൊണ്ട് സി എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ആ എക്സ് വൈ എന്ന് പറയുന്നത് ഏതായിരുന്നു? എക്സിന് 10 കൊടുക്കണം, അതുപോലെ വൈക്ക് 6ഉം കൊടുക്കണം. സി. അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഏതൊരു സാമാന്തരികത്തിന്റെയും എതിർ ശീർഷങ്ങളുടെ എക്സ് നിർദ്ദേശാങ്കങ്ങളുടെ തുക തുല്യമാണ്, വൈ നിർദ്ദേശാങ്കങ്ങളുടെ തുകയും തുല്യമായിരിക്കും എതിർ ശീർഷങ്ങളുടെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 + x തന്നെയായിരിക്കും 9 + 5. 9 5 14 മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. 4നോട് 10 കൂട്ടിയാലാണ് 14 വരിക. അതുകൊണ്ട് എക്സ് 10. ഇവിടെ 4ഉം 3ഉം 7. 1നോട് 6 കൂട്ടിയാലാണ് 7 കിട്ടുക. ക്ലിയർ ആയില്ലേ? അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇതല്ല, നിങ്ങൾ വേറൊരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. എക്സ് 4ൽ നിന്ന് 9ലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ? 4 9ലേക്കാണ് ഈ വര. ക്ലിയർ ആയില്ലേ? അപ്പൊ 5 കൂടിയിരിക്കണേ. ഇവിടെയും 5ൽ നിന്ന് 5 കൂടും. അതായത് എക്സ് 10 ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചാലും മതി. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ y 1ൽ നിന്ന് 3ലേക്ക് 2 കൂടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 4ൽ നിന്ന് 2 കൂടും എങ്കിൽ 6 കിട്ടി. അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. SLC 24 SLC പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചിത്രത്തിലെ AB വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെയും ക്യൂയുടെയും സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് AB ഡയമീറ്റർ ആയി വരയ്ക്കുന്ന സർക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ട് what are the positions of P and Q എന്നാണ്. എന്തായിരിക്കും പിയുടെയും ക്യൂയുടെയും സ്ഥാനം? വൃത്തത്തിലാണോ, വൃത്തത്തിനകത്താണോ, വൃത്തത്തിന് പുറത്താണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോയിന്റ് പഠിച്ചത് എന്താണ്? വ്യാസം ആയിട്ട് വരയ്ക്കുന്ന ഈ AB വ്യാസമായിട്ട് വരയ്ക്കുന്ന വൃത്തത്തിലെ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന കോണളവ് 90 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കുമെന്നും, വൃത്തത്തിനകത്താണെങ്കിൽ 90ൽ കൂടുതൽ എന്നും, വൃത്തത്തിന് പുറത്താണെങ്കിൽ 90ൽ കുറവ് എന്നുമാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ AB വ്യാസമാണെങ്കിൽ AB ഡയമീറ്റർ എങ്കിൽ P എന്ന് പറയുന്നത് എങ്കിൽ P എത്രയാണ്? എങ്കിൽ P 110 ഡിഗ്രിയാണ് അല്ലേ? 110 ഡിഗ്രി എങ്കിൽ ഇത് ഏതിനേക്കാൾ കൂടുതലാണ്? 90 ഡിഗ്രിയിൽ കൂടുതൽ. 90 ഡിഗ്രിയിൽ കൂടുതലാണ്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇതാണ് റീസൺ. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിയുടെ സ്ഥാനം പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ പിയുടെ സ്ഥാനം വൃത്തത്തിനകത്ത്, AB ഡയമീറ്റർ ആയ വൃത്തത്തിന്റെ അകത്തായിരിക്കും. വൃത്തത്തിനകത്ത്. ക്ലിയർ? ഇതാണ് വൃത്തത്തിനകത്ത്. അകത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അണ്ടർലൈൻ ചെയ്യുക. വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവാണ് P എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇതേപോലെ എങ്കിൽ Q എന്താണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ചിഹ്നം ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 90 ഡിഗ്രിയേക്കാൾ കുറവ് ആയതുകൊണ്ട്, എന്തുകൊണ്ട് എന്നതിനാണ് 90 ഡിഗ്രിയേക്കാൾ കുറവ് ആയതുകൊണ്ട് Q എന്ന ബിന്ദു എവിടെയായിരിക്കും? Q വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവായിരിക്കും. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദു എന്ന് തന്നെ കാരണം എഴുതണം കേട്ടോ. കാരണം 90 ഡിഗ്രിയേക്കാൾ കുറവുള്ളതായതുകൊണ്ട് വൃത്തത്തിന് പുറത്തുള്ള പോയിന്റ് ആയിരിക്കും P. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വിഭാഗം കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പോയിന്റ് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
വ്യാസം എന്നുള്ള വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90നെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാവുക. 90 ആണെങ്കിൽ വൃത്തത്തിലെ ബിന്ദു, 90ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത്, 90ൽ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തുള്ള ബിന്ദു എന്ന് എഴുതി വെക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3, 5, 6, 7, 9, 9 എന്നീ ബിന്ദുക്കൾ ഒരേ വരയിലാണ് എന്ന് തെളിയിക്കുക എന്നാണ്. ഈ പോയിന്റ്സ് എല്ലാം ഒരേ ലൈനിലാണെന്ന് എങ്ങനെ തെളിയിക്കും? നമുക്കത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് സ്ലോപ്പ് ഉപയോഗിച്ചും ചെരിവ് ഉപയോഗിച്ചും, മറ്റൊന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ താല്പര്യം അത് വെച്ച് നമുക്ക് ചെയ്താൽ മതി. ഏത് മെത്തേഡാണ് എന്നുള്ളത് പ്രശ്നമല്ല. ക്ലിയർ ആയില്ലേ? നമ്മൾ ലൈൻ വെച്ചാണ് നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ച് വരച്ച് അടയാളപ്പെടുത്താൻ എല്ലാ വിഭാഗം കുട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കണം. അങ്ങനെ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഈ പോയിന്റ്സുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അത് ചേർത്ത്, ആ പോയിന്റുകൾ ചേർത്ത് ലൈൻ വരയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് സ്ലോപ്പ് ഉപയോഗിക്കലാണ്. എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള സൂത്രം എന്താണ്? y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് ആണ്. y2 മൈനസ് y1 ബൈ, അല്ലെങ്കിൽ y1 മൈനസ് y2 ഏത് വേണമെങ്കിലും എഴുതാം. x2 മൈനസ്, ഇവിടെ y2 എഴുതിയാൽ ആദ്യം x2 എഴുതണം. x2 മൈനസ് x1 അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3 പോയിന്റ് ആണ്. അതിൽ a എന്ന പോയിന്റ് ഞാൻ 3, 5 ആയിട്ട് എടുക്കുകയാണ്. b എന്ന പോയിന്റ് 6, 7 ആണ്. ഇതിന്റെ ചെരിവ് എ ബി എന്ന വരയുടെ ചെരിവാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെരിവ് എ ബിയുടെ ചെരിവ്, എ ബി എന്ന വരയാണ്, അതിന്റെ ചെരിവ് എഴുതാണ്. അതിന്റെ ചെരിവ് സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് y2, ഇത് എക്സുകളും ആദ്യത്തെ രണ്ടാമത്തേത് വൈകളും ആയി 7. ഇനി ബി സിയുടെ ചെരിവ് ഒന്ന് നോക്കാം. ബി സി എന്ന വരയുടെ ചെരിവ്, ബി സിയുടെ ചെരിവ് എന്ന് പറയുന്നത് വൈകൾ തമ്മിൽ കുറയ്ക്കൂ. വൈകൾ 9 മൈനസ് 7 ബൈ എക്സുകൾ തമ്മിൽ 9 മൈനസ് 6 എത്രയാണ്? 2/3. ഇതിന്റെ അർത്ഥം എന്താ? എ ബിയുടെ ചെരിവ് സമം ബി സിയുടെ ചെരിവ്, എ ബിയുടെ ചെരിവ് സമം ബി സിയുടെ ചെരിവ്. കൂടാതെ എ ബിയുടെ ചെരിവും ബി സിയുടെ ചെരിവും തുല്യമാണ് എന്നതുകൊണ്ട് ഒരു വരയിലാവണമെന്നില്ല. അതാ എ ബി ഇങ്ങനെയാണ്, പിന്നെ വേറൊരു വര പി ക്യു ആണെങ്കിൽ അതിന്റെ ചെരിവ് തുല്യമായിരിക്കും. ഇതിന് സമാന്തരമാണെങ്കിൽ ചെരിവ് തുല്യമായിരിക്കും. പക്ഷേ ഇവിടെ ബി എന്ന പോയിന്റിൽ നിന്ന് തന്നെയാണ് ബി സി എന്ന വര തുടങ്ങുന്നത്. അതുകൊണ്ട് ബി കോമൺ പോയിന്റ് ആണ് എന്ന് തന്നെ എഴുതണം. എ ബിയുടെ ചെരിവ് സമം ബി സിയുടെ ചെരിവ്. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു ബി സി, സ്ലോപ്പ് ഓഫ് ബി സി, ബി സിയുടെ ചെരിവ്. കൂടാതെ എന്താണ്? ബി പൊതുബിന്ദുവാണ്, ബി 2 വരയിലുള്ള കോമൺ പോയിന്റ് ആണ് എന്നും കൂടി എഴുതുക. ആയതുകൊണ്ട് എന്താണ്? എ ബി സി ഒരേ വരയിലാണ്, എ ബി സി ഒരേ വരയിലെ ബിന്ദുക്കളാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയും ചെരിവ് എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ അറിയാത്ത കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞത് വരച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാലും. പക്ഷെ ഒരേ അകലത്തിൽ വേണം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത്. ഒരേ അകലത്തിലുള്ള ബിന്ദുക്കൾ അടയാളപ്പെടുത്തി ആ എ ബി സി 3 പോയിന്റുകളും ചേർത്ത് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലും മതി. ഈ ചോദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മധ്യമത്തിൽ നിന്ന് എല്ലാ വിഭാഗം കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 2 or 3 മാർക്കിനെ ചോദിക്കാറുണ്ട്. മധ്യമത്തിലെ മീഡിയൻ കാണാനുള്ള മറ്റൊരു ടേബിളുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ക്ലാസ് ഉള്ള ടേബിളോട് കൂടി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതൊരു മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഇത് തന്നിരിക്കുന്ന ഈ അളവുകളാണ്. ഈ അളവുകളുടെ മധ്യമം 34 എന്ന് തന്നിട്ടുണ്ട്. മധ്യമം കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ അവർ മധ്യമം തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരളവാണ് എക്സ്, എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം, എക്സ് എത്ര എന്നാണ് ചോദ്യം. എങ്കിൽ മധ്യമം എന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത് മധ്യത്തിലുള്ള അളവാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ മധ്യത്തിൽ വരുന്ന അളവാണ് മീഡിയൻ എന്ന് പറയുന്നത്, മധ്യമം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. നോക്കൂ, ഇവിടെ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 മാർക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? 8 മാർക്കുകളാണെങ്കിൽ മധ്യത്തിൽ ഒരെണ്ണമാണോ 2 എണ്ണമാണോ ഉണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക, 8 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിലെ കുട്ടി എന്ന് പറയുന്നത് എത്രാമത്തെ കുട്ടിയായിരിക്കും? നടുവിൽ 2 കുട്ടികൾ ഉണ്ടാവും അല്ലേ? അത് ആരൊക്കെയായിരിക്കും നടുവിൽ വരിക? ഇനി പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരെണ്ണം നീക്കുക, അവിടുന്ന് ഒരെണ്ണം
ഇവിടുന്ന് ഇവിടുന്ന് അതേപോലെ നീക്കി കഴിഞ്ഞാൽ ബാക്കി 2 നടുവിൽ വരും. ക്ലിയർ? അതായത് നമുക്ക് എത്രാമത്തെ വരും? 4ാമത്തെ ആളും 5ാമത്തെ മാർക്കും 4ാമത്തെ മാർക്കും 5ാമത്തെ മാർക്കും നടുവിലുള്ളതാണ്. ഈ 2 മാർക്കും മധ്യമമായിട്ട് കണക്കാക്കില്ല. ഇവരുടെ ഈ 2 മാർക്കുകളുടെ ആവറേജ്, അതായത് ശരാശരിയാണ് മധ്യമം. എങ്ങനെയാണ് ഈ 32 മധ്യത്തിലുള്ള 2 മാർക്കുകളാണ് 32ഉം എക്സും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി കൂട്ടി അതിന്റെ പകുതിയാണ് എത്ര? മധ്യമം. മധ്യമം ഇവിടെ 34. മധ്യത്തിൽ 2 മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ 2ഉം കൂടി കൂട്ടി പകുതി കണ്ടാലാണ് മധ്യമം കിട്ടുക. അതായത് 32ഉം എക്സും കൂടി കൂട്ടിയാൽ പകുതിയാണ് ഇതെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ? ഈ 32 + എക്സ് 2 കൊണ്ട് ഗുണിക്കണം, 68 വരും. എങ്കിൽ എക്സ് എത്രയായിരിക്കും? 68 അല്ലേ? ഇവിടെ എക്സ് 32 ഇവിടുന്ന് പോണെങ്കിൽ ഇവിടെ 32 മൈനസ് ചെയ്യണം. അതേ ക്രിയ ഇവിടെയും ചെയ്യണം. 68 - 32, അതായത് എത്ര വരും? 36 എന്ന് വരും. എക്സ് എന്ന മാർക്ക്, ആ കുട്ടിയുടെ മാർക്ക് 36 മാർക്കുള്ള കുട്ടിയായിരുന്നു. ക്ലിയർ? ഇവിടെ 36 മാർക്കായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അതാണ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വില 36 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? നടുവിൽ ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ ആ നടുവിലെ ഉള്ള ആ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ മധ്യമം എന്ന് പറയുന്നത്. ഇവിടെ 25 മോഡലിനെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അവിടെ ഒരെണ്ണം തന്നെയുള്ളൂ, എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് എടുത്ത് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഒരു ആംഗിൾ കാണാനുള്ള, കോണളവ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആകാം. 24 പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ത്രികോണം ABC-യുടെ ഒരു അന്തർവൃത്തമാണ് തന്നിരിക്കുന്നത്. അതായത് ഈ വൃത്തത്തെ തൊടുന്ന വരകളാണ് ഇത് എന്ന് ഇതിൽ ക്ലിയർ ആയിട്ട് തരാൻ കാരണം ഇവിടെ 90 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരവും പരസ്പരം ലംബമാണ്. അതുകൊണ്ട് AB എന്നുള്ളത് തൊട്ടുകൊണ്ടാണ് ഈ ത്രികോണത്തെ കടന്നു പോകുന്നത്. അതുപോലെ AC-യും BC-യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺ QOR എത്ര എന്നാണ്. ഈ കോൺ എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ മക്കളെ ആദ്യം ചെയ്യേണ്ടത്, ജോമെട്രിയിലെല്ലാം ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പേപ്പറിലേക്ക് വലുതാക്കി ഈ ചിത്രം വരച്ചിരിക്കണം. അതിന് തന്നെയാണ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആംഗിൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആംഗിൾ എടുത്ത് എഴുതുമ്പോൾ അത് ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിടും ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായി അളവ് എഴുതിയിടും, പകർത്തി എഴുതുമ്പോൾ തെറ്റും. അപ്പം നിങ്ങൾ ഇത് ഇവിടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സിനെ കൃത്യമായി മനസ്സിലാക്കുകയും കുട്ടിക്ക് ഐഡിയ ഉള്ള കുട്ടിയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഇവിടെ എഴുതിയ ഇതിനെ മാർക്ക് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിത്രം വ്യക്തമായി ആൻസർ പേപ്പറിലേക്ക് വരച്ചെടുക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ QOR ഈ ആംഗിൾ ആണ് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം ഈ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണളവുകൾ 360 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ 100ഉം 110ഉം 210, ബാക്കി 360ൽ നിന്ന് 210 കുറച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് 150 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആംഗിൾ QOR ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് എഴുതണം. ക്ലിയർ? ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ ABC-യിലെ കോണുകൾ കണ്ടെത്തുക എന്നാണ്. അപ്പൊ നിങ്ങളെ കോണുകൾ കണ്ടെത്താൻ ട്രയാങ്കിൾ ABC-യുടെ കോണുകൾ ഏതൊക്കെയാണ്? ഉള്ളിലുള്ളതല്ല. ട്രയാങ്കിൾ ABC-യുടെ കോണുകൾ എന്ന് പറഞ്ഞാൽ കോൺ A, കോൺ B, കോൺ C, ഈ 3 കോണുകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കോൺ A എത്രയാണെന്നും കോൺ B എത്രയാണെന്നും കോൺ C എത്രയാണെന്നും നമുക്ക് അറിയണം. ഞാനിവിടെ ഒരക്ഷരം ഉപയോഗിച്ച് ഈ കോണിന്റെ പേര് പറയുന്നത് ഈ A എന്ന ബിന്ദുവിൽ മറ്റു കോണുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കോൺ BAC എന്നൊക്കെ പറയേണ്ടി വരും. ഇവിടെ A എന്ന് പറഞ്ഞാലും മതി. ഇവിടെ കോൺ B എന്ന് പറയുന്നതും ഇവിടെ വേറെ കോണുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അതേസമയത്ത് ഇവിടെ കോൺ O എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അനവധി കോണുകൾ ഉണ്ട്, ഒന്നിൽ കൂടുതൽ കോണുകൾ ഉണ്ട്. ഇവിടെ കോൺ A കാണുന്നതിനെ നമുക്ക് ഒന്ന് നോക്കി നോക്കുക. ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിച്ച ആശയം ഒന്ന് ഓർത്തോക്കുക. എന്ത് കോൺസെപ്റ്റ് ആണ് പഠിച്ചത്? തൊടുവരകൾക്കിടയിലുള്ള കോണും ആരങ്ങൾക്ക്, ആ തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരങ്ങൾക്കിടയിലുള്ള കോണും അനുപൂരകമാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം എന്ന് സർക്കിൾ തൊടുവര എന്ന പാഠം ടാൻജൻസ് പഠിച്ചപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതാണ് അല്ലേ? എങ്കിൽ ഈ രണ്ടെണ്ണം കൂട്ടിയാൽ 180 കിട്ടണമെങ്കിൽ കോൺ A 180 മൈനസ് എത്ര ഡിഗ്രി? 100 ഡിഗ്രി ആയിരിക്കും.
അതായത് നമുക്ക് ഉടനെ എഴുതാം 80 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഈ ആരങ്ങൾ ഇതാണ് ചതുർഭുജം എങ്കിൽ ഇത് ഈ രണ്ട് ആരങ്ങൾക്കിടയിലുള്ള കോണും ആ ബിന്ദുവിലൂടെയുള്ള തൊടുവരകൾക്കിടയിലുള്ള കോണും അതേ സൈഡിലെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇവിടെയും തൊടുവരകൾ ഇല്ലേന്ന് വിചാരിക്കും. ഈ രണ്ട് പോയിന്റിലുള്ള തൊടുവരയും കൂട്ടിമുട്ടുന്നത് എയിലാണ് എങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കോണും തമ്മിൽ അനുപൂരകം സപ്ലിമെന്ററി എങ്കിൽ 80 ഡിഗ്രി ആയിരിക്കും നിങ്ങൾ കിട്ടിയത്. ഇത് നിങ്ങൾ പേന കൊണ്ട് എഴുതിയിട്ട് തന്ന കോണളവുകൾ പേന കൊണ്ട് എഴുതി നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ കോണളവുകൾ പെൻസിൽ കൊണ്ട് എഴുതുക. അപ്പൊ ഇവിടെ 150 പെൻസിൽ കൊണ്ട് എഴുതി, 80 ഡിഗ്രി എന്നും പെൻസിൽ കൊണ്ട് എഴുതി. എന്താ പെൻസിൽ കൊണ്ട് എഴുതുന്നത്? നമുക്ക് മാറ്റേണ്ട അവസ്ഥ വന്നാൽ നമുക്കത് മാറ്റിച്ച് കളയാം. തെറ്റാന്ന് മനസ്സിലായാൽ നമുക്ക് മാറ്റേണ്ടി വരും ചിലപ്പോൾ, അല്ലേ? റീചെക്ക് ചെയ്യുമ്പോൾ. ക്ലിയർ? ഇനി കോൺ ബി ഇതുപോലെ എന്ന് പറഞ്ഞു നോക്കുക. കോൺ ബി ഈ തൊടുവരകൾക്കിടയിലുള്ള കോണാണ് കോൺ ബി എങ്കിൽ ഈ തൊടുവരകൾ ചെന്ന് മുട്ടുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഇടയിലുള്ള ഈ കോൺ 110 ആണ്. ഈ 110ഉം ഇത് കൂട്ടിക്കൂട്ടിയാൽ 180 കിട്ടണം. എങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 110, അതായത് 70 ഡിഗ്രി. ക്ലിയർ? ഇനി ഈ കോൺ അറിഞ്ഞില്ലെങ്കിലും ഇത് രണ്ടും, ഇത് 80 ഇത് 70 എന്ന് കിട്ടി. കോൺ ബി 70 ആണ്, അല്ലേ? ഇനി ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് 3 ത്രികോണത്തിലെ 3 കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. 80ഉം 70ഉം 150, ബാക്കി 180ൽ ബാക്കിയുള്ള 150 കുറയ്ക്കുക, ബാക്കിയുള്ള 30 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ 150ഉം 30ഉം ആണ് 180 എന്ന ഐഡിയയും ഉപയോഗിക്കാം ഇവിടെ. അതായത് 4 കോണുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ആ 4 കോണുകളുടെയും അളവുകൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഉപയോഗിച്ച ആശയം തൊടുവരകൾക്കിടയിലുള്ള കോണളവും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരങ്ങൾക്കിടയിലുള്ള കോണളവും അനുപൂരകമാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിച്ച കോൺസെപ്റ്റ് ആശയം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ 24 പബ്ലിക്കിനും 23 മോഡലിനും ഒക്കെ ചോദിച്ച ചോദ്യമാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ nth ടേം ഓൾജിബ്രൈക് ഫോം തന്നിരിക്കുകയാണ്. ബീജഗണിത രൂപം 4n+1 ആണ്. നമ്മളോട് ചോദിച്ചത് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്ര, ഫസ്റ്റ് ടേം എത്ര, അതുപോലെ ഈ ഇതിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് nth ടേം തന്നു കഴിഞ്ഞാൽ nth ടേമിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെച്ചതാണ്. എന്തായിരുന്നു ആ പ്രത്യേകത പഠിച്ചു വെച്ചത്? ഇതിലെ കോമൺ ഡിഫറൻസ് എത്ര നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് എന്നിന്റെ ഗുണകമാണ്. എന്നിന്റെ ഗുണകം കോയിഫിഷ്യന്റ് ഓഫ് n ആണ്. അതായത് എന്നിന്റെ അടുത്തുള്ള ഈ സംഖ്യ ഉണ്ടല്ലോ, അതാണ്. അതായത് ഇവിടെ എത്രയാണ്? 4 ആണ്. ഫസ്റ്റ് പോയിന്റ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേം എത്ര എന്നാണ്. ആദ്യ പദം എത്ര? ആദ്യ പദം കാണുന്നതിന് വളരെ സിമ്പിൾ ആണ്. ഇതിലുള്ള സംഖ്യകൾ ഉണ്ടല്ലോ, എന്നിന്റെ ഗുണകവും പിന്നെ സ്ഥിരസംഖ്യയും, അല്ലെ? കോയിഫിഷ്യന്റ് ഓഫ് എന്നും പിന്നെ കോൺസ്റ്റന്റ് ടേമും 4+1, അതായത് 5 ആണ് ഫസ്റ്റ് ടേം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് എന്നിന് വില കൊടുത്ത് 1-ാം പദം കാണുക, 2-ാം പദം കാണുക, 3-ാം പദം കാണുക, അങ്ങനെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്നിന് 1 കൊടുത്താൽ 1-ാം പദം കിട്ടും, എന്നിന് 2 കൊടുത്താൽ 2-ാം പദം കിട്ടും. പിന്നെ അത് കുറച്ച് വ്യത്യാസം കാണാം, പൊതു വ്യത്യാസം കാണാം. ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതാണ്. എന്നിന്റെ ഗുണകമാണ് പൊതുവ്യത്യാസം. അത് നമ്മുടെ ഓൾജിബ്രൈക് ഫോമിന്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് എന്നിന്റെ അടുത്തുള്ള സംഖ്യയാണ് നമ്മൾ പൊതുവ്യത്യാസമായിട്ട് എഴുതേണ്ടത്. ക്ലിയർ? അത് ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതേണ്ടത് 2 സംഖ്യകളും തമ്മിൽ കൂട്ടിയത്. ഇവിടെ മൈനസ് ആണെങ്കിൽ 4+- 1 എഴുതേണ്ടതായിരുന്നു. ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 4+1 5. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനെ 4 കൊണ്ട്, ഇതിലെ പദമാണിത്, ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ്. കുറച്ച് ആലോചിക്കുന്ന കുട്ടികൾക്ക് അറിയാം, 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടിയതാണ് ഈ പദങ്ങളെല്ലാം. അതുകൊണ്ട് 4ന്റെ ഗുണിതം 1+1 എന്ന് പറഞ്ഞാൽ ശിഷ്ടം 1 ആണ്. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? 1 കിട്ടും എന്ന് തന്നെ എഴുതണം. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. ഇനി അങ്ങനെ ആലോചിക്കാത്ത കുട്ടികൾക്ക് ഇതിലെ ഒരു പദം കിട്ടിയിട്ടുണ്ട് 5. 5നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക, ശിഷ്ടം 1 തന്നെ കിട്ടും. ക്ലിയർ ആയില്ലേ? നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനിയും ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളും ഉണ്ട്. നമ്മൾ മീഡിയൻ മധ്യമം കാണുന്ന ചോദ്യങ്ങൾ, വരകൾ,
അങ്ങനെ പ്രധാനപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും, എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ ലെങ്തി ആയി പോകും. അത് നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളും ഇടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ തുടർച്ചയായി ഒരു 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു റിവിഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമുക്ക് പരീക്ഷയ്ക്ക് മുൻപ് ഒരു 7 ദിവസം കിട്ടുന്നുണ്ട്. ആ 7 ദിവസത്തിൽ നിർബന്ധമായും നിങ്ങൾ എല്ലാ 4 ക്ലാസ്സുകളും നിങ്ങൾ കാണേണ്ടതാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ കോൺസെപ്റ്റ് മുഴുവൻ അറിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ അത് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് ക്ലാസ്സുകൾ ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നാളെ അടുത്ത ക്ലാസ്സിൽ കാണാം.